അപ്പുസേ 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 എന്താ വേട്ടാ? എന്താ അഖിലേ, അണക്കിന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് ആത്മാർത്ഥമാണെങ്കിലേ ഈ ലീവ് എടുത്തിട്ടാണെങ്കിലും എൻ്റെ കൂടെ വരും. പോവാ ചങ്ങായി, എന്നോടല്ലേ പറഞ്ഞത് എനിക്ക് ലീവ് കിട്ടൂല. കാശ്മീരിക്ക് ലഡാക്കൊന്നുമല്ലല്ലോ, ഈ തൊട്ടപ്പുറത്തുള്ള സ്ഥലത്തേക്കല്ലേ. 2 ദിവസം കഴിഞ്ഞിട്ട് പോവാ, മഴയൊക്കെ ഒന്ന് മാറട്ടെ. ഇന്ന് ഞാനൊരു ജേണി മോഡിലാണ്, ഒരു ട്രിപ്പ് മോഡില്. ഒരു 2 സ്റ്റെപ്പ് വെച്ചാൽ അങ്ങോട്ട് എത്തുന്ന ദൂരത്തേക്ക് ട്രിപ്പാ. ഒരു കാര്യം ചെയ്യും, ഈ സോളോ ട്രിപ്പ് അടിച്ചോ, എന്നിട്ട് അത് സ്റ്റാറ്റസ് ഇട്ടോ. ഞാനത് ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം, ലൈക്ക് അടിക്കാം. ഓക്കെ ഡാ, ഒന്ന് പോടാ. അവൻ്റെ ഒരു പൂതി. എനിക്ക് 40-45 കിലോമീറ്റർ ഓടി എത്താനുള്ളതാ. അപ്പൊ ശരി, നാളെ കാണാം. അതെന്ത് പോക്കാണ്? അപ്പൊ ഇന്നെ കൂട്ടാതെ ഞങ്ങൾ രണ്ടും വളർവട്ടത്ത് പോയില്ലേ? എടാ അതല്ല പ്രശ്നം. പിന്നെ 2 ദിവസം മുമ്പ് ഞാൻ നമ്മുടെ മന്ത്രവാദില്ലേ കുമാരസ്വാമി, പുള്ളിയുടെ അടുത്ത് കുറച്ച് പൂജ ഏൽപ്പിക്കാൻ പോയി. അത്ര സംഹാരമായിരിക്കും. അതങ്ങനെ മനസ്സിലായി? നിങ്ങൾ ബാക്കി പറയും. 1 വർഷത്തേക്കുള്ള പൂജ ഒരുമിച്ച് ചെയ്തുകൊണ്ട് പുള്ളി എനിക്ക് ബോണസായിട്ട് ഒരു വടി തന്നു. വടിയോ? എന്ത് വടി? മന്ത്രവാദി ഇതിനെ കാര്യസാധ്യ വടി എന്നാ പറഞ്ഞത്. അതായത് ജീവിതത്തിൽ നടക്കാൻ ബാക്കിയുള്ള എന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടെങ്കിൽ ആ ആഗ്രഹം പറഞ്ഞ് ഈ വടി 2 കണ്ടാക്കിയാൽ ആ ആഗ്രഹം നടക്കും. പക്ഷെ ഒരു മനുഷ്യായുസിൽ ഒരാൾക്ക് ഒരിക്കൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ നോക്കൂ. എന്നിട്ട് നിങ്ങൾ എന്ത് ആഗ്രഹ പറഞ്ഞത്? അഖിൽ എൻ്റെ കൂടെ ഓളർ വട്ടത്തേക്ക് വരണം. ഇതെന്താണ് ശബ്ദം മാത്രമല്ല ഇടിമഴേ? ദീപു, പോകണ്ട നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോണ്ടേ പ്രകൃതി. വേടാ, ഇനി നമ്മൾ ഇന്നും എക്സ്പ്ലോർ. എന്റെ പൊന്നഖിലേ, ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇതാണ് എനിക്ക് വേണ്ടിയിരുന്നത്. എനിക്കും അഖിലേ, പ്രകൃതിയെ നമ്മൾ ആസ്വദിക്കണം, നമ്മൾ അനുഭവിക്കണം, പ്രകൃതിയെ നമ്മൾ പ്രേമിക്കണം നിർബന്ധമായിട്ടും. ഇനി ഇവിടെ മതി, എനിക്ക് കരച്ചിൽ വരും. വാ പോകാം നമുക്ക്. എങ്ങട്? നമുക്ക് പോണ്ടേ? വീട്ടിൽ പോണ്ടേ? വീട്ടിക്കേ പ്രകൃതിയെ നമുക്ക് സ്നേഹിക്കണ്ടേ? എക്സ്പ്ലോർ ചെയ്യണ്ടേ? പ്രകൃതിയെ പ്രണയിക്കണ്ടേ? ഇപ്പൊ പോയാൽ അതൊക്കെ എങ്ങനെ നടക്കും? ബാ. അല്ല, നമുക്ക് പോയിട്ട് അവിടെ എവിടെ? വീട്ടിൽ പോയിട്ട് എവിടെ? എങ്ങോട്ട് പോടാ? അഖിലേ, ഇരുട്ടായി തുടങ്ങിട്ടോ. ആവട്ടടാ, ആനയും കരടിയും പുലിയൊക്കെ ഇറങ്ങാൻ സമയമായി. ഇറങ്ങട്ടടാ. പ്രകൃതിയുടെ സംഗീതമാണ് കേട്ടത്. കേട്ടതാ? ആനയുടെ ശബ്ദം. നമുക്കൊന്ന് പോയി നോക്കിയാലോ? നിനക്ക് പ്രാന്താടാ, പ്രാന്താ. രക്ഷിക്കണേ നാട്ടാരേ. ഇതൊക്കെ അന്ധവിശ്വാസമാണ്. മനുഷ്യന്മാരാരെങ്കിലും ഇത് വിശ്വസിക്കോ? എടാ, ഈ വിശ്വസിച്ചാലില്ലെങ്കിലും ഇപ്പൊ ഇതിനെ സഹായിച്ചു നോക്കും. എങ്ങനെ? മന്ത്രവാദിന്റെ അടുത്ത് ഞാൻ ഒരു വടി കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തിനാ? ഞാനൊരിട്ട് ഉപയോഗിച്ചല്ലേ, പകരം നീ ഇത് ഉപയോഗിക്കണം എനിക്ക് വേണ്ടി. ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? നീ ഒന്നും ചിന്തിക്കണ്ട. അഖിലേട്ടനും ദീപേനും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റ പൊട്ടിക്കൽ.
അതോടെ ഞാൻ രക്ഷപ്പെട്ടു. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കരുത് വേണ്ട. എടാ ദീപ ഇപ്പൊ വിശ്വാസം ഏറെക്കുറെ നമുക്ക് പോണ്ടേ? നോക്കി നിൽക്കാതെ പൊട്ടിക്കപ്പൂസേ. പ്രകൃതി എക്സ്പ്ലോർ ചെയ്യണ്ടേ? സമയം കളയാതെ പൊട്ടിക്കണം. എടാ അവരിപ്പോ കിടത്തും. എത്ര മുമ്പ് പൊട്ടിക്ക്. ദീപ്, പ്രകൃതിയെ പ്രണയിക്കണ്ടേ നമുക്ക്? പൊട്ടിക്കണ. നീ വേണ്ടാ പറയുന്നത്. പൊട്ടിക്കടാ പൂസേ. പൊട്ടിക്ക്. എക്സ്പ്ലോർ ചെയ്യണ്ടേ കാടിന്റെ വന്യത? അപ്പൂസേ പ്ലീസ്. ദീപേട്ടാ, ഇന്നലെ നമ്മളൊരു ഇംഗ്ലീഷ് സിനിമ കണ്ടില്ലേ? എത്ര നായികന്റെ പേരെന്താ? സിഡ്നി സീനി അല്ലേ? എടാ 60 സീനിയുടെ പടത്തിന്റെ ഫുൾ കളക്ഷൻ എന്റെ കയ്യിലുണ്ട്. ഫുൾ കളക്ഷൻ എല്ലാം ഞാൻ നിനക്ക് തരാം. പൊട്ടിക്കടാ പ്ലീസ്. പൊട്ടിക്കടാ ദീപേട്ടാ, നെക്സ്റ്റ് പൊട്ടിക്കപ്പൂസേ. പൊട്ടിക്കടാ പ്ലീസ്. പൊട്ടിക്ക്. ദീപേട്ടാ, സിഡ്നി സീനി എന്നെ പ്രേമിക്കട്ടെ. ഹെലികോപ്റ്ററോ? ദീപ്, Abboos, honey, I'm coming. സിഡ്നി സീനി